ഹലോ എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ വിത്ത് ബെൽസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. Somewhere far away, I want you ഇനി നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവോള, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക്, തക്കാളി. ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ നമ്മൾ ഈ വീഡിയോയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടി ഓംലേറ്റ്, അതായത് മാളു ചുമ്മാ ഇങ്ങനെ ഇരുന്ന സമയത്ത് സ്റ്റെല്ല അവൾക്ക് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ അവൾ പറയുന്ന കേട്ടപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തതാണ് ആ വീഡിയോ കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻസ് ഒക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് അത് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് പെരുംജീരകം, ഗ്രാമ്പു, കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് അതിനൊന്ന് വഴറ്റിയെടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം കൂടെ മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സവോളയെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ നമ്മൾ ഈ ഉള്ളിയും സവോളയും ഒക്കെ നമുക്കൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ഉപ്പിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാറുണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് നമ്മളെ സവോള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, ഇപ്പോൾ കാശ്മീരി ചില്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എരിവ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല എല്ലാം കൂടെ അതിനുശേഷം നമുക്ക് അതിനകത്തോട് കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയായിട്ടുള്ള പുളിയൊക്കെ കിട്ടും നമ്മളെ കറിക്ക്. നമുക്കത് തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ആവി അടച്ചു വെച്ചാൽ തന്നെ ആ ആവിക്ക് തന്നെ പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിക്കകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നമുക്ക് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ചിക്കനിലെല്ലാം മസാലയൊക്കെ പിടിക്കും. ഇത് നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തന്നെ ആ ചിക്കനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളം ചിക്കനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കാരണം ചിക്കൻ ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.